നമസ്കാരം. ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചാണ്. മൈഗ്രെയിൻ എന്നത് ഒരു സാധാരണ തലവേദനയല്ല. ഇതൊരു നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ന്യൂറോളജിക്കൽ പ്രശ്നമാണ്. പലർക്കും ഇത് ആവർത്തിച്ച് വരാറുണ്ട്. ജീവിത നിലവാരത്തെ ബാധിക്കുന്ന ഒരസുഖമാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്നത് സാധാരണയായി തലയുടെ ഒരു വശത്ത്, ചിലർക്ക് തലയുടെ ഇരുഭാഗങ്ങളിലും ഉണ്ടാകും. ചിലർക്ക് പ്രത്യേകിച്ചൊരു സ്ഥലം പറയാൻ പറ്റാത്ത രീതിയിൽ തല മുഴുവനായിട്ടുണ്ടാകും. ചിലർക്ക് തലയുടെ പിറകിൽ നിന്ന് മുന്നിലോട്ട് വരിക, ഇങ്ങനെ പല ടൈപ്പിൽ തലവേദന അനുഭവപ്പെടാറുണ്ട് മൈഗ്രെയിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തലയുടെ ഒരു ഭാഗത്ത് കഠിനമായ വേദന. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആളുകൾക്കനുസരിച്ച് തലവേദന ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെ വ്യത്യാസം ഉണ്ടാവും. കണ്ണിന് പിന്നിൽ അല്ലെങ്കിൽ ചുറ്റും വേദന തോന്നാം. വെളിച്ചത്തോടുള്ള ഒരു അസഹിഷ്ണുത, ശബ്ദത്തോടുള്ള അസ്വസ്ഥത, ഛർദി ഉണ്ടാവുക, ഛർദിക്കാൻ തോന്നൽ, മങ്ങലുള്ള കാഴ്ച എന്നിവയുണ്ടാകാം. മൈഗ്രെയിൻ്റെ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ: ചിലർക്ക് തലവേദന തുടങ്ങുന്നതിന് മുമ്പ് മിന്നുന്ന ലൈറ്റുകൾ കണ്ണിന് മുന്നിൽ കാണാം. കണ്ണിന് മുന്നിൽ കറുത്ത പുള്ളികൾ രൂപപ്പെടുക, കൈ, മുഖം ചുരുങ്ങുന്നത് പോലെ തോന്നൽ എന്നിവയുണ്ടാകാം. മൈഗ്രെയിൻ വരാൻ ചില കാരണങ്ങളുണ്ട്. ചിലർക്ക് ഉറക്കക്കുറവ് കാരണം വരാം. മാനസികമായ സമ്മർദ്ദം, ഹോർമോൺ മാറ്റങ്ങൾ, പ്രധാനമായും സ്ത്രീകളിൽ, ചില ഭക്ഷണങ്ങൾ, ചോക്ലേറ്റ്, ചീസ്, കഫീൻ കൂടുതലായി കഴിക്കുന്നത് എന്നിവ തലവേദന ഉണ്ടാകാം. ശക്തമായ വെളിച്ചം, സ്ക്രീൻ സമയം കൂടുതലുണ്ടാകുക എന്നതൊക്കെ മൈഗ്രെയിനൊരു കാരണമാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഇത് കൂടാനുള്ള സാധ്യത ഇത് കാരണം ഉണ്ടാവാം. പാരമ്പര്യമായിട്ടും ചിലർക്ക് മൈഗ്രെയിൻ കിട്ടാം. എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നാൽ ഇത് ബ്രെയിനിലുള്ളൊരു കെമിക്കൽ ഇംബാലൻസ്, സെറട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ മാറ്റം മൂലം ഉണ്ടാകും. രക്തക്കുഴലുകളുടെ വീഴ്ചയും ഇതിൽ പങ്കുവഹിക്കുന്നു. മൈഗ്രെയിൻ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖം തന്നെയാണ്. പക്ഷേ ചിലർക്ക് കണ്ണിൻ്റെ സൈറ്റിന് പ്രശ്നമുണ്ടെങ്കിലും മൈഗ്രെയിൻ ഉണ്ടാകാം. അങ്ങനെയുള്ള കേസുകളിൽ നേരത്തെ പോയി കണ്ണൊന്ന് പരിശോധിച്ച് കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെൻസും സ്പെക്സും ഉപയോഗിച്ച് ആ കാഴ്ചക്കുറവ് നികത്തണം. കാരണം തലവേദനയുടെ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്, അല്ലാതെ വെറുതെ വേദനയ്ക്ക് മരുന്നെടുക്കുകയില്ല വേണ്ടത്. ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ മൈഗ്രെയിന് ലഭ്യമാണ്. പൂർണ്ണമായും മൈഗ്രെയിൻ മാറിപ്പോകുന്നതാണ്. അതിനായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കുക. അല്ലെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾക്കായി ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയെ സമീപിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ടേക്കിങ്ങിന് ശേഷം നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും. മൈഗ്രെയിൻ ഉള്ളവർ അതുപോലെ തന്നെ ചെറിയ ജീവിതശൈലി മാറ്റങ്ങൾ കൂടെ വരുത്തണം. കൃത്യസമയത്ത് ഉറങ്ങുക, സ്ട്രെസ്സ് കുറയ്ക്കുക, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അതേപോലെ തന്നെ ചിലർക്ക് വെയിലത്ത് നടന്നു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കാനുള്ള സമയം തെറ്റിക്കഴിഞ്ഞാലെല്ലാം പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത്തരക്കാർ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ശക്തിയുള്ളൊരു തലവേദന വന്നാൽ തൽക്കാലം കുറയാൻ വേണ്ടി ഇരുണ്ട അല്ലെങ്കിൽ ശബ്ദം കുറഞ്ഞ റൂമിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. തലയിൽ തണുത്ത തുണി വെക്കുന്നത് ചിലർക്കൊരാശ്വാസം കിട്ടും. ചിലർക്ക് തല മുറുക്കി കെട്ടുന്നതൊരാശ്വാസം ഉണ്ടാവും. കഫീൻ്റെ അളവ് കുറയ്ക്കുക. വെള്ളം മതിയായത്ര കുടിക്കുക. തലവേദന കഠിനമാണെങ്കിലും പതിവിനേക്കാൾ വ്യത്യസ്തമായ വേദനയും ഈ ചെറിയ ചെറിയ ഇടവേളയിൽ ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾ ചികിത്സ എടുക്കേണ്ടതാണ്. അതേപോലെ ഇപ്പോൾ ഹോമിയോപ്പതിക്കലി നിങ്ങൾ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഒരു ഡയറി സൂക്ഷിക്കാൻ ഞങ്ങൾ പൊതുവേ പറയാറുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ നിന്നൊക്കെ എടുക്കുന്നവർക്ക്. ഇപ്പം ഇന്ന് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് ഓഫ് മൈഗ്രെയിൻ എപ്പോഴാണ് വന്നത് എന്നുള്ളത്. പൊതുവേ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ട് മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം റിപ്പീറ്റേഷനിടയിൽ കാണാൻ പറ്റും. റെഗുലറായിട്ടുള്ള മെഡിക്കേഷനിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ മാറ്റിയെടുക്കാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ നിങ്ങൾ ചികിത്സിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്ത് മരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് മാറിക്കിട്ടും. അതുകൊണ്ട് വൈകിക്കാതെ ഏറ്റവും നേരത്തെ തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കാണുകയും അനുയോജ്യമായ ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കാനും ശ്രദ്ധിക്കുക.